ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോ നമ്മ ഇപ്പൊ ഉള്ളത് ടിഫിൻ ടേബിൾ ബാക്കിൽ കാണണമെന്ന് തോന്നുന്നു. സോ ഇത് വരുന്നത് അതെ അതെ. സോ ഇത് വരുന്നത് കലൂർ കത്തങ്കോട് പോണ വഴി നമ്മൾ കലൂർ ജംഗ്ഷനിൽ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയാൽ മതി. സോ ഇവിടെ ആക്ച്വലി നമുക്ക് ലഞ്ചും ഡിന്നറും ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറെ വിഭവങ്ങളുണ്ട്. അത് നമുക്ക് അതെ, അത് നമുക്കത് വീഡിയോയിൽ കാണാം. നമ്മ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ടിഫിൻ ടേബിളിലാണ്. ഇത് വരുന്നത് കലൂർ കത്തക്കോട് റോഡ് ബിസ്മിയുടെ സൈഡിലായിട്ടാണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. കലൂരിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഇത്തിരി സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകണം. നമ്മളൊരു 3 ബ്രദേഴ്സ് ആണ് നമ്മളിത് നടത്തുന്നത്. മലബാർ സ്റ്റൈലാണ് നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറന്റ് സ്റ്റൈൽ വരുന്നത്. ഇവിടെ ഇപ്പൊ കറന്റ് അവൈലബിൾ ലഞ്ചും ഡിന്നറും ആണ്. വെറൈറ്റി ഓഫ് ലഞ്ച് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിപ്പോ 12 to 12 ആണ്. പിന്നെ സൺഡേ ഹോളിഡേ. ഇവിടെ പള്ളിക്കെട്ട്, ബിരിയാണി, മംഗലച്ചോറ്, ചട്ടിച്ചോറ് അങ്ങനത്തെ വിഭവങ്ങളാണ്. പിന്നെ കോംബോസ്, പല കോംബോസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റൈസ് ഒക്കെ വന്നിട്ട് അൺലിമിറ്റഡും ആണ്. ഇത് നമുക്ക് ഒരു 200 റുപ്പീസിന്റെ അണ്ടറിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും വരുന്നുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലഞ്ചും ഡിന്നറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഗീ റൈസ് കോംബോ ആണ്. ഗീ റൈസ് കോംബോയിൽ എന്താ വരുന്നത്? അതിനകത്ത് ചിക്കൻ ഫ്രൈ വരുന്നുണ്ട്. പിന്നെ കോംബോ ആയിട്ട് ലൈം ജ്യൂസും വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ സലാഡ്സ്, പിക്കിള്, ഇതൊക്കെയാണ് ഗീ റൈസ് കോംബോ വരുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ചിക്കൻ ഗ്രേവി നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് നമുക്ക് ചോയ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവര് യൂസ് ചെയ്യുന്നത് ജീരകശാല റൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. നല്ലൊരു എന്താ പറയാ, ജീരകമൊക്കെ ഇട്ടുള്ള ഒരു ഫ്ലേവർ ആണ് വരുന്നത്. നല്ല ഗീ റൈസ് ആണ് കേട്ടോ ആക്ച്വലി. പിന്നെ ചിക്കൻ ഫ്രൈ നല്ല മസാല ആയിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് കിട്ടിയത്. എന്നാൽ സ്പൈസിയും അല്ല, സിമ്പിൾ ആയിട്ട് കഴിക്കാവുന്ന ഒരു ഇതാണ് ഫുഡായിരുന്നു. സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. മംഗലച്ചോറാണ്. മംഗലച്ചോറത്തിൽ വരുന്നത് ഗീ റൈസ് തന്നെയാണ് വരുന്നത്. അതിന്റെ കൂടെ പപ്പടം, സലാഡ്, പിക്കിള്, പിന്നെ ചിക്കൻ കറിയും വരുന്നുണ്ട്, ബീഫ് ഫ്രൈ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഗ്രേവി കൂട്ടി കഴിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി സെപ്പറേറ്റ് മതി എന്ന് പറഞ്ഞ് ഞാൻ വേറെ എടുത്തത്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബീഫ് അടിപൊളി കിടു ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഒരു ഡിഷാണ് ഇവിടുത്തെ മംഗലച്ചോറ്. ഇതിനകത്ത് ഓരോ ഇതും ചമ്മന്തി ഇട്ടായാലും ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ആയാലും ചിക്കൻ കറിയുടെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചാലും നല്ലൊരു ഫ്ലേവർ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റ് ആണ്. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കിട്ടുന്നത്, നോർമൽ റൈസും കിട്ടും. അതും ചട്ടിയിൽ തന്നെയാണ്. അതെ, ചട്ടിച്ചോറ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനത് കഴിച്ചില്ല, ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. അതിൻ്റെ അകത്തും നമുക്ക് ഇതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഇതെല്ലാം നമുക്ക് അതിലും അവൈലബിൾ ആയിട്ട് വരും. ആക്ച്വലി നമുക്ക് റൈസ് ഞാൻ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും റൈസ് നമുക്ക് അവർ തരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ആക്ച്വലി ഇവിടെ എക്സ്ട്രാ ലൈമും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ലൈമിന്റെ കാര്യം പറയാനില്ല, നല്ലൊരു ലൈമാണ്, ലൈം ജ്യൂസ് ആണ്. സോ നമ്മള് രാത്രിയും നമ്മളിവിടെ ഡിന്നർ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങണ മുമ്പ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ബ്രെഡും സ്റ്റൂവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ ഇവിടെ നെയ്പത്ത് അല്ലേ, അതുകൊണ്ട് പക്ഷെ ഇന്നത് അവൈലബിൾ അല്ലായിരുന്നു. അത് തീർന്നു, എന്തോ ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു ആക്ച്വലി. ബീഫ് സ്റ്റൂവിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ പണ്ട് തുടങ്ങി നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തന്നെയാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്തൊക്കെ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറയുമ്പോ കോക്കനട്ട് പൗഡറോ അല്ലെങ്കിൽ അതിന്റെ ക്രീം മിക്സ് ആണ്. അത് മാത്രമല്ല, ബീഫ് ആയാലും ചിക്കൻ ആയാലും സെപ്പറേറ്റ് ബോയിൽ ചെയ്തിട്ട് ഇതിന്റെ ജസ്റ്റ് മിക്സ് ചെയ്യണതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല,
ഇത് നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് ആയാലും മദേഴ്സ് ആയാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരും ഉണ്ടാക്കുന്നത്. ആ ഫ്ലേവർ എനിക്ക് ഇവിടെ കിട്ടിയായിരുന്നു. അതിന്റെ കൂടെ ബ്രെഡ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോയിൽഡ് അല്ലല്ലോ സ്റ്റീംഡ് ബ്രെഡ് ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കിടുവായിരുന്നു. നിങ്ങൾ ഇതും മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് എല്ലാം എനിക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് കോംബോ ആയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ, പിന്നെ അതിന്റെ കൂടെ തന്നെ ലൈമും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പൊറോട്ട കൊണ്ടാണ് ടേസ്റ്റി ആണെന്ന് കരുതിയത്. ഞാൻ കഴിക്കാറില്ല സാധാരണ, പക്ഷെ ഇവിടുത്തെ നല്ല ടേസ്റ്റ് വരുന്നു, നല്ല സോഫ്റ്റ് വരുന്നത്. ചിലയിടത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ഇവിടെ നല്ല സോഫ്റ്റ് നല്ല ഇതായിരുന്നു. അതായത് വെറുതെ കഴിക്കാൻ പറ്റും നമുക്ക്, അങ്ങനത്തെ രീതിയിലായിരുന്നു ടേസ്റ്റ്. ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എടുത്തപ്പോ നല്ല ചൂടായിരുന്നു, അപ്പൊ അവർ ഫ്രൈ ചെയ്ത് തന്നാണ്, നല്ല ഫ്രഷ് ആയോണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അത് കൂട്ടി കഴിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ അതിലൂടെ തന്നെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഗ്രേവി കഴിക്കാത്തതാണ്, ഞാൻ പിന്നീട് ഒന്ന് ജസ്റ്റ് ഗ്രേവി ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഗ്രേവി തന്നെയാണ് നമുക്ക് തന്നത്. ഇതിന് സെപ്പറേറ്റ് ഗ്രേവിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമല്ല, ചിക്കൻ കറി എന്താണോ അതിൽ നിന്ന് നമുക്ക് ഗ്രേവി എടുത്ത് തരുന്നതാണ് ചെയ്യുന്നത്. സാധാരണ ഹോട്ടലിൽ അങ്ങനെയല്ല, ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഗ്രേവി ഉണ്ടാക്കി വെക്കുകയാണ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നേക്കണത്. സോ ഇതാണ് നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.